ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എല്ലാം അറിയാവുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് മാത്രമെന്ന് ബോർഡിന്റെ മുൻ അംഗം എൻ വിജയകുമാറിന്റെ മൊഴി. പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡിൽ പറഞ്ഞത് എ പത്മകുമാറാണ്. വായിച്ചു നോക്കാതെ താൻ ഒപ്പിടുകയാണ് ചെയ്തതെന്നും എൻ വിജയകുമാർ മൊഴി നൽകി. ഇന്നലെ സമ്മർദ്ദത്തെ തുടർന്ന് നിങ്ങൾക്കറിയാം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, വിജയകുമാർ ക്രൈംബ്രാഞ്ച് SIT മുന്നിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷബീദ്, ശരിക്കും ഈ കൂട്ടുത്തരവാദിത്വം എന്ന കാര്യത്തിൽ നമ്മുടെ ഈ വിജയകുമാറിനും റോളുണ്ട് എന്ന് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, സഖാവ് പറഞ്ഞെടുത്ത് ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളുടെയും സൂത്രധാരൻ എ പത്മകുമാറാണ് എന്ന് വരികയാണോ? നേരത്തെയും സമാനമായി ഇതേ അർത്ഥത്തിലുള്ള മറുപടികൾ തന്നെയാണ് ഈ മുൻപ് 2 തവണ ചോദ്യം ചെയ്തപ്പോഴും എൻ വിജയകുമാറും KP ശങ്കരദാസും പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇന്നലെ നടന്ന നാടകീയ നീക്കങ്ങൾ നമുക്കറിയാം. അതായത് ഈ കോൺസ്പിറസി സംബന്ധിച്ച്, ഗൂഢാലോചന സംബന്ധിച്ച് ഇവർ ഇരുവരെയും, അതായത് എ പത്മകുമാറിനോടൊപ്പം ബോർഡംഗങ്ങളായിരുന്ന എൻ വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ ഒരു വേളയിൽ SITയെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു സ്ലോനെസ് ഇക്കാര്യത്തിൽ ഫീൽ ചെയ്ത് വരുമ്പോഴാണ് ഇന്നലെ എൻ വിജയകുമാർ അപ്രതീക്ഷിതമായി SITക്ക് മുൻപിൽ ഹാജരാകുന്നത്. നേരത്തെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയെങ്കിലും കുടുംബം പറഞ്ഞിട്ടും സമ്മർദ്ദം സഹിക്കവയ്യാതെയും താൻ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് എൻ വിജയകുമാർ പറഞ്ഞ കാര്യം. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തോട് മൊഴിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ മൊഴി അത് എ പത്മകുമാറിന് കുരുക്കാകുന്ന തരത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പാളികൾ പുതുക്കുന്ന സംബന്ധിച്ച വിവരം ബോർഡിൽ അറിയിച്ചതും പങ്കുവച്ചതും എ പത്മകുമാറാണ്. സഖാവ് പറഞ്ഞെടുത്ത് ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തത്. എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് എ പത്മകുമാറിനായിരുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ സർക്കാരിന് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കേണ്ട എന്ന് കരുതി താൻ കീഴടങ്ങിയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ വിജയകുമാർ പറഞ്ഞത്. സ്വാഭാവികമായും ഈ മൊഴിയെ എ പത്മകുമാറിന്റെ മൊഴിയുമായി അന്വേഷണ സംഘം ക്രോസ് ചെക്ക് ചെയ്യും. ഇത് പൂർണ്ണ അർത്ഥത്തിൽ അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ റിമാൻഡിൽ തുടരുകയാണ്. അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിലവിൽ ഇപ്പോൾ എ പത്മകുമാറിന് വിനയായിട്ടാണ് ഈ മൊഴി വരുന്നതെങ്കിൽ കൂടി ഇതിന്റെ കൂട്ടുത്തരവാദിത്തം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ SITയുടെ അന്വേഷണ പരിധിയിലുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തും. ഗൂഢാലോചന എവിടെ നിന്ന് തുടങ്ങി, ആർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പങ്കുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT വിശദമായി പരിശോധിച്ചു വരികയാണ്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം എൻ വിജയകുമാറിന്റെ വീഴ്ചയായി അദ്ദേഹത്തിന് പറ്റിയ കൃത്യമായി SIT പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച. മാത്രമല്ല ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ മിനിറ്റ്സ് രേഖ കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും എൻ വിജയകുമാറിന്റെ അടക്കം നിർണായകമാണ്. എ പത്മകുമാറിന്റെ ഇനിയുള്ള മൊഴിയും നിർണായകമായി മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.